നമസ്കാരം. റെഡ് കാർപ്പറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വളരെയധികം സ്നേഹത്തോടെ നമ്മുടെ ഗസ്റ്റുകളെ സ്വാഗതം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം അഗസ്റ്റിൻ ആൻഡ് വിജയ് ബാബു. ഓക്കെ, അപ്പോൾ രണ്ടുപേർക്കും ഒരിക്കൽ കൂടി നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. ആൻഡ് റെഡ് കാർപ്പറ്റിൽ വന്നിട്ട് നിങ്ങൾ സന്തോഷത്തോടു കൂടിയാണോ ഇരിക്കുന്നത്, അതെയോ ടെൻഷനാണോ, പേടിയാണോ, ബോറാണോ, എന്താ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്? ഹാപ്പിയാണ്. അതായത് ചേട്ടൻ വളർത്തിക്കൊണ്ട് വന്ന കുട്ടി നന്നായി ആങ്കർ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ആങ്കറിങ്ങും ചെയ്യുന്നുണ്ട്. സന്തോഷമാണ്. മൊത്തത്തിൽ ഇന്ന് വീട്ടിൽ പോയാൽ സന്തോഷമായിട്ട് ഉറങ്ങാൻ പറ്റും. ഈ അതായത് ആനിന് കോഴിക്കോട് നിന്ന് വന്ന ആക്ടേഴ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആക്ടർ ആരായിരിക്കും? എൻ്റെ അച്ഛൻ. അച്ഛൻ്റെ ഏത് ക്യാരക്ടറാണ് മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത്? എനിക്ക് ഷട്ടറിൽ അച്ഛൻ ലാസ്റ്റ് ചെയ്ത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതെന്തോ ഒരു അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് പണ്ട് എനിക്ക് കമ്മീഷണറിലെ ക്യാരക്ടർ ഇഷ്ടമാണ്. പിന്നെ തങ്ങളങ്ങാടി ബാപ്പു, അതൊക്കെ ഇഷ്ടമാണ്. കോഴിക്കോട് സ്ലാങ്ങിൽ ഇപ്പം മലയാളം സംസാരിക്കുമ്പോൾ മലയാളി അല്ല എന്ന് തോന്നും. കോഴിക്കോട് സ്ലാങ് നന്നായിട്ട് വരുമോ ആനിന്? എനിക്ക് മലയാളം നന്നായിട്ട് അറിയാം. ഞാൻ പഠിച്ചതും ഒക്കെ എന്താ പറയുക, മലയാളം പഠിച്ചിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ കോഴിക്കോട് ഭാഷ നമ്മൾ അങ്ങനെ ഇന്റർവ്യൂവിൽ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ ഇല്ല. പക്ഷെ എന്നോട് പറഞ്ഞില്ല കോഴിക്കോട് ഭാഷയാണ് ഏറ്റവും നല്ല ഭാഷ. എപ്പോഴും സൗത്തും നോർത്തും തമ്മിലുള്ള വഴക്ക് നടക്കൂട്ടോ ഞങ്ങൾ. അപ്പൊ ഞങ്ങൾ എന്റെ അടുത്ത് പറയുന്നത് കോഴിക്കോട് ഭാഷയാണ് എന്താ കറക്റ്റ് മലയാളം. കോഴിക്കോട് ഭാഷ ഇപ്പൊ പറഞ്ഞ എന്താണ് ഇന്റർവ്യൂവിൽ അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം എല്ലാരും അത് കണക്ട് ചെയ്യില്ല. അതുകൊണ്ട് അതാണ് ഞങ്ങൾ പറയുന്നത്, അതല്ലാന്നുള്ളത്. അപ്പം അത് സ്വിച്ച് ചെയ്യുമ്പം കുറച്ചൊരു ഇങ്ങനെയാകും. അല്ലാണ്ട് എങ്ങനെ കോഴിക്കോടല്ല കൊല്ലം ഭാഷ. കൊല്ലമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. കൊല്ലം ഭാഷയിൽ ഒരു ട്യൂണ്, ഒരു നീട്ടലൊക്കെ ഉണ്ടല്ലേ? എനിക്ക് അങ്ങനെ ഒരു ഭാഷ കിട്ടിയിട്ടില്ല, കാരണം ഞാൻ കൊല്ലത്തധികം നിന്നിട്ടില്ല. അതുകൊണ്ട് അല്ല, എനിക്ക് നല്ല ഇപ്പൊ അച്ഛനാണെങ്കിലും നമ്മളെ നാട്ടിൽ സംസാരിക്കുമ്പോൾ അതാ എല്ലാവരും പറയും എന്താ ഇംഗ്ലീഷ് അല്ല മലയാളം അറിയാത്ത കുട്ടീനെ പോലെ. എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇത് സ്വിച്ച് ചെയ്യുമ്പം ഒരു ഇത് വരുന്നതാണ്. ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. ഇങ്ങനെ നിങ്ങൾ പോയിനാ വന്നിനാ അങ്ങനെ ഇന്റർവ്യൂല് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ നമ്മുടെ വനിതാ രത്നത്തെ വേദിയിലേക്ക് വിളിക്കാനുള്ള സമയമായിരിക്കാണ്. പക്ഷേ വരാൻ പോകുന്നത് ഒരു കുഞ്ഞു മോളാണ്. അധികം പ്രായമൊന്നുമില്ല, നല്ല മിടുക്കിയായിട്ടുള്ള ഒരു കുഞ്ഞു മോളാണ്. പാട്ടുകാരിയാണ്. അതെ, നല്ല അസലൊരു പാട്ടുകാരിയാണ്. ഒരുപാട് വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഇട്ട് വൈറലായ ഒരു കുഞ്ഞാണ്. പക്ഷെ സ്റ്റേജിൽ, അതായത് ഇതുപോലെ ഒരു ടെലിവിഷനിൽ ആദ്യമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വിളിക്കാം അല്ലേ? സോ ലെറ്റ്സ് വെൽക്കം ആദ്യ നായർ. നാരായണ സർവേശ്വര ലോകനാഥ മുകുന്ദ മാധവ മധുസൂദന കേശവ കൃഷ്ണ ദാമോദര ഗോവിന്ദ. നമസ്കാരം, എൻ്റെ പേര് ആദ്യ നായർ. മീനൂട്ടി എന്നാണ് എല്ലാവരും എന്നെ വീട്ടിൽ വിളിക്കുന്നത്. ഞാനിപ്പോൾ ചെന്നൈയിലാണ് താമസിക്കുന്നത്. എനിക്ക് പാട്ട് പാടാനും പാട്ട് കേൾക്കാനും ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ പാട്ട് പഠിക്കുന്നത് ചെന്നൈയിലെ ഡോക്ടർ ശ്യാമള വിനോദ് കുമാർ മാമിൻ്റെ അടുത്താണ്. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ കനവായി മിഴികളെ തഴുകാം ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ. എൻ്റെ ഹോബി സിംഗിങ്, ഡ്രോയിങ് ആൻഡ് റീഡിംഗ് ആണ്. പകലൊളി മായുമ്പോൾ കുളിരല മൂടുമ്പോൾ ഇരുളു വീഴും വഴിയിൽ നീ തനിയെ പോകുമ്പോൾ വിങ്ങുമീ രാത്രി തൻ നൊമ്പരം മാറ്റുവാൻ അങ്ങകലെ നിന്നു. അമൃത TV റെഡ് കാർപ്പറ്റ് ഷോയിൽ എനിക്ക് പാടാൻ ഒരു അവസരം തന്നതിന് ഞാൻ അമൃത TVയോട് ഒരുപാട് നന്ദി പറയുന്നു. ഞാനും വരുന്നു റെഡ് കാർപ്പറ്റ് ഷോയിൽ. അവർ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം, പറയൂ. നല്ല വിശേഷം. ഇപ്പൊ ഏത് ക്ലാസ്സിലാ? 3rd സ്റ്റാൻഡേർഡിൽ. അപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് ഇപ്പോഴാ സ്കൂളിൽ പോന്നെ അല്ലേ?
ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. അല്ല ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോകുന്നുണ്ടായിരുന്നു, അതിന് സെക്കൻഡ് സ്റ്റാൻഡേർഡ് പോകാനേ പറ്റില്ലല്ലോ. പോയില്ലല്ലോ, വീട്ടിലല്ലായിരുന്നു. അത് കൊറോണ ആയതുകൊണ്ട് വീട്ടിലായിരുന്നു. ഈ കൊറോണ ആയതുകൊണ്ട് വേറെ എന്തൊക്കെ വിഷമായിരുന്നു മോൾക്ക് ഉണ്ടായത്? എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കണം, എവിടെയും അങ്ങനെ? നമുക്കിപ്പോ ചെന്നൈയിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ നാട്ടിൽ പോകാനുള്ള സമയം കിട്ടും. പക്ഷെ ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ, അങ്ങനെ സങ്കടമായിരുന്നു. നാട്ടിൽ എവിടെയാണ്? നാട്ടില് കാലിക്കറ്റിലാണ്. ഈ ചേച്ചി കാലിക്കറ്റ് അറിയായിരുന്നു അത്? കാലിക്കറ്റ് ആണോ ഇഷ്ടം, ചെന്നൈ ആണോ ഇഷ്ടം? കാലിക്കറ്റ്. അതെന്താ മോളെ കാലിക്കറ്റിൽ എന്താ? കൊല്ലത്ത് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. കൊല്ലത്ത് പോയിട്ടുണ്ടോ? ട്രിവാൻഡ്രത്ത് വന്നില്ലേ? ട്രിവാൻഡ്രം ഇഷ്ടപ്പെട്ടോ? ഏറ്റവും കൂടുതൽ ഇഷ്ടം എവിടെയാ? അത് കാലിക്കറ്റ് തന്നെ. അതെന്താ കാരണം? ചെന്നൈയിലിരിക്കുമ്പോ കൊറേ ചൂടെടുക്കും, പിന്നെ നാട്ടില് വരുമ്പോ ഭയങ്കര മഴയൊക്കെ അല്ലേ. അത് മാത്രമല്ല എല്ലാരും പറയുന്ന കേൾക്കാം, കേരള is the God's own country. Oh my God. അതെനിക്ക് വളരെ ഇഷ്ടം. മലയാള സിനിമയൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. ഇപ്പൊ അടുത്ത ഏത് സിനിമയാ മലയാളം കണ്ടത് മോള്? ഇപ്പൊ അടുത്ത് കണ്ടത് ഹൃദയം. ഹൃദയം കണ്ടു, ഇഷ്ടപ്പെട്ടാ? നല്ല സിനിമ. ആണോ? വേറെ മലയാളത്തിൽ ആരെ ഇഷ്ടം? മോഹൻലാൽ അങ്കിൾ. ആക്ട്രസ് ശോഭന ആന്റി. അയ്യോ, ആ ലെവലിലാണ് മോളുടെ ഇത്. അടിപൊളി. അപ്പൊ ലാലേട്ടന്റെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ? പട്ടണപ്രവേശം. പട്ടണപ്രവേശം ഒക്കെ ഇറങ്ങിയപ്പോ അമ്മയും അച്ഛനും കല്യാണം പോലും കഴിച്ചിട്ടുണ്ടാവില്ലോ. പക്ഷെ അതൊക്കെ ടിവിയിൽ കണ്ടപ്പോ അങ്ങ് ഇഷ്ടപ്പെട്ടു. ലാലങ്കിളിനെ അങ്ങ് ഇഷ്ടമായി അല്ലേ? അത് മാത്രല്ല ശ്രീനിവാസൻ അങ്കിളും നന്നായിട്ടുണ്ട്. ശ്രീനിവാസൻ അങ്കിളും സൂപ്പർ ആയിട്ടുണ്ട്. മോൾക്ക് പ്ലേ ബാക്ക് സിംഗിങ് അതിലേക്ക് എത്തണം അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടോ? ഏതെങ്കിലും സിനിമയിൽ പാടിയോ? ഞാൻ മൈ സ്റ്റാൻഡ് എന്ന് പറഞ്ഞ സിനിമയില് വിദ്യാസാഗർ സർ കമ്പോസ് ചെയ്തൊരു പാട്ടുണ്ട്, സാന്റാ സൂപ്പർ സ്റ്റാർ. അതില് കോറസ് ആയിട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അപ്പൊ ഇനിയും അങ്ങനെ പാടണം എന്നൊക്കെയാണ് ആഗ്രഹം? ആഗ്രഹമുണ്ട്. അഭിനയിക്കാൻ ഇഷ്ടമാണോ? അഭിനയിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ ഇതുവരെ ആരും വിളിച്ചില്ല. ഈ അങ്കിളിനോട് ചോദിച്ചോളാ, ഈ അങ്കിളാണ് എല്ലാ സിനിമയും എടുക്കുന്ന ആള്. നോക്കാം. എന്നാ എന്റെ സിനിമയിൽ ഒരു പാട്ട് പാടണം. അത് മതി അല്ലേ? വാതിക്കൽ വെള്ളറിപ്പഴം അറിയോ? അത് അറിയില്ല, എന്നാലും ആ പാട്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ അറിയില്ല ആ പാട്ട്. വേറെ ഏതാണ് ചേട്ടന്റെ സിനിമയില്? അല്ല അത് ഒരുപാടുണ്ട്. ഹോമിലെ പാട്ട്. ഹോമിലെ ഹോമല്ല, അങ്കിൾ അഭിനയിച്ച വേറൊരു മൂവി ഉണ്ട്, ഫിലിപ്പ് ആൻഡ് ദ മങ്കി. അത് പാട്ടൊന്നും അറിയില്ല, പക്ഷെ ആ മൂവി ഞാൻ കണ്ടിട്ട് നല്ല മൂവിയാണ്. ഈ അങ്കിൾ നന്നായി അഭിനയിച്ചു അതില്? അഭിനയിച്ചു ഇല്ല. എത്ര മാർക്ക് കൊടുക്കും 10? ആ ടീച്ചറിനെ ആർക്കും ഇഷ്ടമല്ല. 10 എത്ര മാർക്ക് കൊടുക്കും ഈ അങ്കിളിന്? 9 out of 10 കൊടുക്കും. 9 out of 10. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വേണ്ടി അത് നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അച്ഛൻ, അമ്മ അല്ലേ? ചേട്ടന്റെ പേര്? എന്റെ പേര് സിദ്ധാർത്ഥ്. ചേട്ടൻ എന്താണ് ചെയ്യുന്നത് ചെന്നൈയിൽ? ചെന്നൈയിൽ ഞാൻ കളേഴ്സ് ടിവി എന്ന ചാനലിൽ കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. ശരി, എല്ലാം ചാനലാണ്. അവിടെ വർക്ക് ചെയ്യുന്നു. ഒരുപാട് വർഷമായോ? ഞാനൊരു 3 years. അപ്പൊ മലയാളിയാണോ അതെയോ? അതെ, ഞാൻ കോഴിക്കോടാണ്. ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. നന്നായി പോകുന്നു? അതെ, പോകുന്നു, സുഖമായി പോകുന്നു. ഓക്കെ. പേര്? വിനീത. ചേച്ചി എന്ത് ചെയ്യണു? ഹൗസ് വൈഫ് ആണ്. ഈ പാട്ടൊക്കെ സെലക്ട് ചെയ്യുന്നതും, അതായത് എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ, അതൊക്കെ മോള് സ്വന്തമായിട്ടാണോ നിങ്ങളുടെ ഒരു ഹെൽപ്പ് ഉണ്ടോ? ഞങ്ങളുടെ ഹെൽപ്പ് ഉണ്ട്, പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് തന്നെയാണ് അവള് എപ്പോഴും. എനിക്ക് അങ്ങനെ തോന്നുന്നു, അതായത് സ്വന്തമായിട്ടൊരു സിനിമയാണെങ്കിലും പാട്ടാണെങ്കിലും എല്ലാത്തിനും ഒരു ഒപ്പീനിയൻ ഉള്ള ഒരു കുട്ടിയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അതെ.